ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ കിംബം എഴുതിയ പാട്ടാണ് ജീന കോപ്പി അടിച്ച് കാണും. അങ്ങനെ ആ സംഭവം അവൾ അറിഞ്ഞ ഉടനെ അവളാണ് ഭയങ്കര ദേഷ്യത്തിരിക്കുക. അതേസമയം ഇവിടെ ജീനയ്ക്ക് എങ്ങനെയല്ലേ ഈ പ്രശ്നം സോൾവ് ആക്കണം. അതുകൊണ്ട് അവൾ വീണ്ടും കിംബമിനെ വിളിച്ചു വരുത്തുമ്പോഴാണ് കിംബമാണ് ചൂടായിട്ട് ഒരേശം പൈസ കൊടുത്ത് ഇവളെ സമാനപ്പെടുത്താൻ നോക്കുവാണ്. അത് ഒരിക്കലും നടക്കത്തില്ലെന്ന് അറിയും. അപ്പോഴാണ് ജീനയും, ഓ കിംബം, പൈസ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഞാൻ മുമ്പേ ചോദിച്ചു, അതിനെ സമ്മതിച്ചില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പം നിന്നെ എവിടേക്ക് വിളിച്ചത് നിനക്കൊരു വീഡിയോ കാണിക്കാനാ. സത്യം പറഞ്ഞ സാഗിക്ക് നല്ല ദേഷ്യമല്ലേ. അവൻ ഒരു ദിവസം രാത്രി എന്റെ അച്ഛന്റെ കാറിന്റെ കണ്ണാടി അടിച്ചു പൊട്ടിച്ച് ഈ വീഡിയോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുവാണ്. പിന്നെ അത് അവന് സീനാവും. അതിനുശേഷം അവന് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവൾ ഈ വീഡിയോ കാണിച്ച് പേടിപ്പിക്കുമ്പോൾ കിംബമാണ് അതിന് ഇവളെന്തോ ചെയ്യേണ്ടെന്ന് ചോദിക്കും. അങ്ങനെ സാഗി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് റീസൺ കാണുമെന്ന് പറഞ്ഞ് കിംബം പറയുമ്പം ഹിതകേട് ജീനയും അതിന് റീസൺ കാണുമായിരിക്കും, പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇനി നീ ഈ പാട്ടിന്റെ പുറകെ വരുവാണ്, ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ ലീക്ക് ചെയ്യും. ഒരുപക്ഷെ നിനക്ക് സാഗിയോട് കുറച്ചെങ്കിലും സഹതാപമുണ്ട്, ഇപ്പൊ തന്നെ ഈ പാട്ടിന്ന് പിൻവലിച്ചോ. എന്നിനെ ജീനയും പറഞ്ഞ അവളെ പേടിപ്പിച്ച ഉടനെ കിംബമിന്റെ മനസ്സ് മൊത്തത്തിൽ മാറിപ്പോകും. കാരണം ഈ പാട്ടിനേക്കാളും അവൾക്ക് വലുത് സാഗിയാണ്. അതുകൊണ്ട് അവൾ ഈ ബ്ലാക്ക് മെയിൽ കണ്ട് പേടിച്ചു. അതിനുശേഷം ഇവള് സാഗി വിളിച്ചെന്ന് പറഞ്ഞ് അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവനാണ് സന്തോഷത്തി ഇവൻ അറിയാവുന്ന ഒരു ഫേമസ് ആയ റിപ്പോർട്ടർ ഇവരെ സഹായിക്കാൻ തീരുമാനിച്ചെന്ന് പറയും. അതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് ഇതിന്റെ പാട്ടാന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ് ഇവനെ സന്തോഷത്തിൽ പറയുമ്പം ഇത് കേട്ട് അവളാണ് ഇനി അവൾക്ക് ഈ പാട്ടിന്റെ പുറയെന്ന് പോകാൻ വയ്യ. അതുകൊണ്ട് ഈ കാര്യം ഇവനെ മറക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവനെ ഷോക്കായിട്ട്, കിംബം നീ എന്തോ പറയുന്നത്, അത് നിന്റെ പാട്ടല്ലേ, നമുക്ക് തീർച്ചയായിട്ടും ഈ കേസ് വിജയിക്കാൻ പറ്റും എന്നിന് അവനും പറയുമ്പോഴാണ് അവളെ വിഷമിച്ചിട്ട് അവളിപ്പോ ഇവിടേക്ക് വന്നത് അവസാനം ഇവർ തമ്മിൽ കണ്ടുമുട്ടിയ ഒരു ബാഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അത് നല്ലതാക്കാൻ വേണ്ടിയാ അവൾ ഇന്ന് ഇവിടേക്ക് വന്നേന്ന് പറയും. അല്ല നമ്മൾ തമ്മിൽ വേറൊരു സംസാരമില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവനാണ് അവളുടെ പുറകെ തന്നെ പോയിട്ട് നിന്റെ അമ്മയ്ക്ക് വേണ്ടി എഴുതിയ പാട്ട് എന്തിനാ നീ ഇങ്ങനെ ഈസി ആയിട്ട് വിട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവൻ ആ പാട്ട് ഇവളുടെ കൂടെ പാടണമെന്ന് പറയും. അത് കേട്ട് ഇവളാണ് ദേഷ്യത്തി, സാഗ്യ അതായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ നീയല്ലേ ആദ്യം നമ്മുടെ പ്രോമിസ് ബ്രേക്ക് ചെയ്ത, ഈ നിൽക്കുന്ന നീ തന്നെയല്ലേ ബാൻഡും വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോയ, ഇപ്പൊ നീ വീണ്ടും വന്ന് എന്റെ കൂടെ ഈ പാട്ട് പാടണം എന്ന് പറയുന്നു. എന്നിന് ഇവളും ചോദിച്ച ഉടനെ അവന് മൊത്തത്തിൽ അപ്സെറ്റ് ആയിരിക്കും. അതിനുശേഷം അവളും ഇനി മേലെ എന്റെ വീട്ടിലേക്ക് വന്നോലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. ഇതേ സമയം അവിടെ ജീനയും ഭയങ്കര സന്തോഷത്തി ഇനി തൊട്ട് കിംബം ഈ പാട്ടിന്റെ പുറകെ വരത്തില്ലെന്ന് അവളുടെ അച്ഛനോട് പറയുമ്പം അവരന്ന് തന്നെ ഇതൊരു പാർട്ടി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ പുതിയ പാട്ട് റിലീസായ സന്തോഷത്തി മിസ്റ്റർ ജോയും ഇവരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ക്രൗൺ ബാൻഡ് ഒരുത്തനാണ് എങ്കിൽ പിന്നെ ഇതാ പെർഫെക്റ്റ് സമയം എന്നറിഞ്ഞ് അവൻ ആ ബാൻഡിന്റെ ലീഡർ ആയിക്കോളെന്ന് പറയും. അപ്പോഴാണ് ഇതുകേട്ട് ജോയാണ് ഷോക്കായി പോകും. കാരണം ഈ തീരുമാനമൊക്കെ എടുക്കുന്ന ജോയ. പക്ഷെ ഇവന്മാരിൽ ഒരുത്ത ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ ഉടനെ നിനക്കാര തീരുമാനം എടുക്കുള്ള അവകാശം ചോദിച്ചെന്ന് പറഞ്ഞ് ജോയ് അവനെ പേടിപ്പിക്കും. അങ്ങനെ അതിനുശേഷം അവന്മാരൊക്കെ സോറി വയ്ക്കുമ്പോഴാണ് അവസാനം ജോയും എന്തായാലും ഈ ടോപ്പിക്ക് ഇപ്പൊ തുടങ്ങിയോണ്ട് അയാളും എത്രയും പെട്ടെന്ന് തന്നെ ഈ ക്രൗൺ ബാൻഡിലെ ലീഡറിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുമെന്ന് പറയും. അങ്ങനെ അത് ലൈവായിട്ട് എല്ലാവരും കണ്ടറിഞ്ഞോന്ന് പറഞ്ഞ് മിസ്റ്റർ ജോയ് ഇവരോടൊക്കെ പറയും. അങ്ങനെ അതിനുശേഷം പാർട്ടി നടക്കുന്ന സമയത്ത് ഇവിടെ സാഗിയുടെ പഴയ മാനേജറും പുറത്തുനിന്ന് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സാഗിയ പറഞ്ഞ പോലെ ഒരു കറുത്ത SUV കാറി ആ മിസ്റ്റർ ജോയുടെ ബോഡി ഗാർഡ് പോകും. അങ്ങനെ അതോടെ അവൻ അപ്പം തന്നെ ഈ കാര്യം സാഗിക്ക് പറയണമെന്ന് പറഞ്ഞ് അവന്റെ ഫോണിൽ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ജോയാണ് ഇവന്റെ ഫോൺ തട്ടിപ്പറിക്കും. ഇതേ സമയം കിംബമോത്ത് വിഷമിച്ചിട്ട് അവളുടെ അമ്മ അടക്കിയ സ്ഥലത്തേക്ക് ചെല്ലും. അതിനുശേഷം അവള് വിഷമിച്ചോണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയ പാട്ട് ഇപ്പൊ വേറെ ആരാണ്ടൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൾ അവിടെ തകർന്നേ കരഞ്ഞോണ്ടിരിക്കുമ്പം അതേസമയം ഇതെല്ലാം അവിടുന്ന് സാഗ്യം കേട്ട് വിഷമിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം കിംബമാണ് അവളുടെ ആന്റിയോട് ഇവരിന്നലെ ഇവളുടെ അമ്മയെല്ലാം കാണാൻ പോയെന്ന് ചോദിക്കും. കാരണം അവിടെ ഫ്ലവേഴ്സ് ഇരിക്കുന്ന ഇവളെ കണ്ടായിരുന്നു. അപ്പോഴാണ് ആന്റിയും ഞാൻ ബർത്ത്ഡേക്കല്ലേ പോത്തുള്ളെന്ന് പറഞ്ഞ് അവര് പോയില്ലെന്ന് പറയുമ്പം ഇവളും പിന്നെ ആരായിരിക്കും വെച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഹോളിൽ ഇരിക്കുന്ന ഫ്ലവേഴ്സ് ആരെ വെച്ചെന്ന് ചോദിക്കും. കാരണം ഇതെല്ലാം സാഗ്യ ചെയ്ത പരിപാടിയാ. പക്ഷെ ആന്റിക്ക് ഇത് അറിയാത്തോണ്ട് മിക്കാറ ജിൻ ഓസിന് ഇവിടെ താമസിക്കുന്നുണ്ട് ഈ ഫ്ലവേഴ്സ് എല്ലാം വാങ്ങിച്ചു വെച്ച് കാണുമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുമ്പോഴാണ് കിംബം മുകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അവിടാണ് സാഗ്യ നിൽക്കുന്നതാണ്. അങ്ങനെ അതിനുശേഷം അവളും ദേഷ്യത്തി ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനോട് തർക്കിക്കുമ്പം ഇവനെ ഞാനില്ലാത്തോണ്ട് ഈ വീടൊക്കെ ഇത്രയും അഴുക്കുഴിച്ച് കിടക്കണമെന്ന് പറഞ്ഞ് ഇവളുടെ പിയാനോ ചെന്നിരുന്നോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് മറ്റേ രണ്ടുപേരും കൂടെ വന്നിട്ട് ഇവരുടെ ബാൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം കിംബമിനോട് പറയും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ദേഷ്യത്തി ഇവനെന്തോ വട്ടാണോ, നീയല്ലേ ടൂസാക്കിയ ബാൻഡ് ഇനി വേണ്ടെന്ന് പറഞ്ഞ്, എന്നിട്ട് നിനക്ക് തോന്നുമ്പോ നീ സ്റ്റാർട്ട് ചെയ്യോ, നിനക്കപ്പോ എല്ലാ പ്രശ്നം ഈസി ആയിട്ട് തോന്നുന്നല്ലേ, ഞങ്ങളെ കണ്ട് നിനക്ക് എങ്ങനെ തോന്നുന്നു എന്നിട്ട് ഇവൾ അവനോട് ദേഷ്യപ്പെടുമ്പം അവന് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലെങ്കിലും തൽക്കാലം ഞാൻ എഴുതി പാട്ട് മാത്രം നമുക്ക് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് ഇവളെ വിളിക്കും. പക്ഷെ അവളാണ് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോകും. അതേസമയം ടെയ്യങ്ങാണ് അവൻ കിംബമിനെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. കാരണം അവളുടെ അമ്മ മരിച്ചതിന് ശേഷം ഇവനായിരിക്കും എപ്പോഴും അവൾക്ക് കൂട്ടെന്ന് അവളുടെ കൂടെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഓർത്ത് വിഷമിച്ചിട്ട് ഇവന് നേരെ കിംബമിനെ കാണാൻ വേണ്ടി ചെല്ലും. അതേസമയം ഇവിടെ കിംബമും അവൾ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എല്ലാ സ്ഥലത്തും ഇവൾ എഴുതിയ പാട്ടായിരിക്കും പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് അവൾ വിഷമിച്ച് ഹെഡ്സെറ്റ് വയ്ക്കാൻ പോകുമ്പോഴാണ് പറയുന്ന സാഗ്യാണ് ഇതേ സെയിം പാട്ട് വേറെ രീതിയിൽ അവൻ പാടിയതുപോലെ ഇവൾക്ക് റെക്കോർഡ് ചെയ്ത് കാണിക്കും. അങ്ങനെ അതുകൊണ്ട് അവളാണ് ആ പാട്ട് ഇട്ട് ഷോക്കായിട്ട് ഇവനെ നോക്കുമ്പോഴാണ് അവന് ഈ സെയിം പാട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അവന്റെ സ്റ്റൈലിൽ പാടിയേക്കോന്ന് പറയും. അതുകൊണ്ട് അവർ ആ പാട്ട് മുമ്പേ ഇറക്കിയാലും നമ്മൾ ഇറക്കുന്ന പാട്ടായിരിക്കും വമ്പ ഹിറ്റാമോന്ന് പറഞ്ഞ് ഇവൾ ഇതിനു വേണ്ടിയാ ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വിളിച്ചെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് എങ്കിൽ പിന്നെ
നമ്മൾ ഈ പാട്ട് പാടിയ നമ്മൾ ഫേമസ് ആവാൻ ചോദിക്കുമ്പം അവന് ഫേമസ് ആകാൻ ഞാനില്ല മോളെ എന്നറിഞ്ഞ് ഇവളെ ധൈര്യത്തിൽ വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവളും വിശ്വാസമില്ലാതെ ഒരു കഴിഞ്ഞവണ പോലെ ഇവൻ പകുതി വെച്ച് പോയാലും ചോദിക്കുമ്പം അവൻ ഇനി ഒരിക്കലും പോത്തില്ലെന്നറിഞ്ഞ് ഇവൾക്ക് വാക്ക് കൊടുക്കും. അതേസമയം ഇവിടെ കിംബോമിന്റെ ആന്റിയും ഇവന്മാരുടെ റൂമ ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അവിടെ ഫുള്ള് അഴുക്കായിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവരാണ് ദേഷ്യത്തി ഷടാ ഈ പയ്യന്മാർ ഞാനില്ലെങ്കിൽ ഈ വീട് മൊത്തത്തിൽ വേസ്റ്റ് ആക്കി മാറ്റുമല്ലേ. കൂടാതെ ഈ ദരിദ്രവാസി ജിൻ വന്നപ്പോ തൊട്ട് അവന്റെ അഴുക്കുടിച്ച് ഓരോ ഡ്രസ്സും ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇട്ടേക്കുക. ഇവനൊക്കെ കഴിവിട്ട് മാസങ്ങളായോ. പക്ഷെ എന്തോ ഞാനാ എനിക്ക് സാഗിയുടെ ആ പൈസ ആണോ മാത്രമേ ഉള്ളൂ ഒരു സമാധാനം. എന്റെ പൈസ അല്ലെങ്കിലും അത് കാരണം അവന്മാരൊക്കെ ഇവിടെ നിൽക്കുന്നത്. എന്നിന് ഇവരും പിറുപിറുത്തോണ്ട് ജിന്നിന്റെ ഒരു അഴുക്കുടിച്ച ടീഷർട്ടൊക്കെ അവിടെ കഴുത്തിയിട്ടിട്ട് ഡൈ അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന ജിന്നാണ് നിങ്ങൾ എന്തോ ആന്റി കാണിക്കുന്ന പറഞ്ഞ് അവനെ ടീഷർട്ട് എവിടെയോ കണ്ടണമെന്ന് അറിയും. അവരാണ് ഇത് കേട്ട അവരും ഇതൊക്കെ നീ എവിടെ കാണൂടാ, നീ ആദ്യം പോയി നിന്റെ പണി നോക്ക്. എന്നിന് അവര് പറയുമ്പോഴാണ് അവനും അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എന്റെ കബോർഡിൽ കിടക്കുന്ന ടീഷർട്ട് ഒന്നും എടുക്കല്ലേ, അതൊരിക്കലും കഴിവല്ല്. എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഇത് മനസ്സിലാക്കാതെ ആന്റിയും പാവം പൈസ ഇല്ലെന്നാണ് തോന്നുന്നത് ഇവന്റെ കയ്യിൽ. ഈ അഴുക്ക് പിടിച്ച ടീഷർട്ട് കഴിവാതെ അവൻ എത്ര മാസം എന്ന് പറഞ്ഞിടാനാ. എന്നിന് ഇവർക്കൊന്നും പിടിയിട്ടാതിരിക്കും. പക്ഷെ അവനാണെ വമ്പൻ റിച്ച് ആയിട്ടുള്ളൊരു വ്യക്തിയാ, ഇവർക്ക് ആർക്കും അത് അറിയത്തില്ല. അങ്ങനെ അതിനെ ശിവെല്ലാം കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് എല്ലാരും കൂടെ കിംബോമിനോട് തെയ്യങ്ങിലെ നമ്മളെങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ ചോദിക്കും. അപ്പോഴാണ് അവളും തെയ്യങ് ഇനി വരത്തില്ലെന്ന് ഓർത്തിട്ട് അവൾ ഇവരോടൊക്കെ തെയ്യങ്ങില്ല നമുക്കിനി പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് അവരെ റെഡിയാകാൻ പറയും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന തെയ്യങ്ങാണ് അവനിതെല്ലാം കേട്ട് മതി തകർന്നു പോകും. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവനെ കണ്ട് കിംബമാണ് ഓടി പുറത്തേക്ക് വരും. അപ്പോഴാണ് അവൻ അവളോട് കിംബം എനിക്കിന്ന് ഇഷ്ടമെന്ന് പറഞ്ഞത് അത്രയും വലിയ തെറ്റാണോ, അതുകൊണ്ടാണ് നീ എന്നെ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾ വീണ്ടും ഈ ടു സാഗിയ ബാൻഡ് ഓപ്പൺ ചെയ്ത. ഒരു നിങ്ങളടിച്ചേക്ക് ഒരു നാടകമാണെങ്കിൽ എന്നോട് മുമ്പേ പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ തന്നെ ഈ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന്. എന്നിന് അവൻ വിഷമിക്കുമ്പോഴാണ് അവളും തെയ്യങ് അന്ന് സത്യത്തിൽ ഞങ്ങൾ ബാൻഡ് നിർത്തിയതാ, അല്ല നിന്നെ പുറത്താക്കാൻ വേണ്ടി ഒന്നല്ല. കിംബം എനിക്ക് ഒരു കാര്യം പിടിയിടുന്നില്ല, സാഗി നിന്നെ അത്രയും വേദനിപ്പിച്ചിട്ടും നീ അതൊന്നും ആലോചിക്കാതെ അവന്റെ അടുത്ത് ചിരിച്ച മുഖത്തോടെ നീ സംസാരിക്കുന്നു. നിനക്ക് അവനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നു, പക്ഷെ ഇത്രയും വർഷം പരിചയമുള്ള നിനക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നിന് അവന് ചോദിക്കുമ്പോൾ തന്നെ ഇവളിവന്റെ ഫീലിങ്സ് ഒന്നും അവൾക്ക് സമ്മതിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സോറി പറയും. അപ്പോഴാണ് അവനും നീ സോറി പറയണ്ട, നീ ഇപ്പൊ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്തോണ്ട് എനിക്കിനി തിരിച്ചൊന്നും പറയില്ല, ഞാൻ പുതിയതായിട്ട് എന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഒരു നീ ഇങ്ങനെ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഇതിന്റെ പുറകെ പോകത്തില്ലായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ എന്റെ മെമ്മറിയിൽ നിന്ന് ഈ ടു സാഗിയൊക്കെ എടുത്ത് കളയാൻ നോക്കാം. എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവിടെ ജോയ് ആണ് മറ്റേ സാഗിയുടെ മാനേജറിനെ വിളിച്ചെടുത്തി ഇവൻ എന്തിനാ SUV-കാരൊക്കെ അവനെ അയച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവനും പേടിച്ചിട്ട് മിസ്റ്റർ ജോ അവൻ ചോദിച്ച, അതുകൊണ്ട് ഞാൻ ചുമ്മാ കണ്ടപ്പോൾ അവന് പറയാൻ വന്നേ ഉള്ളു. എന്നിന് ഇവൻ പറയുമ്പോഴാണ് ജോയും നീ ഞങ്ങളുടെ കമ്പനിക്ക് വേണ്ടിയല്ലേ ജോലി ചെയ്യുന്നത്, എങ്കിൽ പിന്നെ ഈ കമ്പനിയുടെ വളർച്ചയായിരിക്കും നിനക്കും വലുത്, അതുകൊണ്ട് ഇനി ഇതിനെ കുറിച്ചൊന്നും നീ സാഗിയായിട്ട് ചാറ്റ് ചെയ്യില്ല. എന്നിട്ട് മിസ്റ്റർ ജോ വാൺ ചെയ്യുമ്പം ഇത് കേട്ട് മാനേജറൊന്നും പിടിയിട്ടാതെ ഞാൻ കാറിനെ കുറിച്ചല്ലേ പറഞ്ഞുള്ളൂ, ഇതിനും കമ്പനിയുടെ വളർച്ചയ്ക്ക് തമ്മിൽ എന്തോ ബന്ധം, കൂടാതെ ഞങ്ങൾ തമ്മിൽ പണ്ട് തൊട്ടേ ഒരുമിച്ച് വളർന്നേ, അവന്റെ വീടിന്റെ അടുത്താണ് താമസിച്ചത്, അതുകൊണ്ട് എനിക്ക് ഈ ഒരു സായം പോലെയാണ് ചെയ്തോടെ. എന്നിട്ട് മാനേജറും പറയുമ്പം ഇവിടെ ജോയാണ് കട്ട ദേഷ്യത്തി ഞാൻ പറഞ്ഞ് നിനക്ക് മനസ്സിലാകുന്നില്ല, ഇപ്പൊ അവന് നമ്മുടെ കമ്പനി ഇല്ലാതാക്കാൻ പ്ലാൻ, അതുകൊണ്ട് ഏതൊരു കാരണവശാലും ഇനി നീ ഇതിനെ കുറിച്ച് അവനോട് പറയില്ല. എന്നിട്ട് ജോയും പറഞ്ഞിട്ട് ഇപ്പൊ ക്രൗൺ ബാൻഡിലെ ലീഡറിനെ എല്ലാരും അറിയിക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതുകൊണ്ട് അതിന്റെ തയ്യാറി ഇവിടെ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ സാഗിയും ബാക്കി എല്ലാരും കൂടെ അവർ കട്ടയ്ക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് തന്നെ ഈ കവർ സോങ് നമുക്ക് യൂട്യൂബ് ഇടാന്ന് പറഞ്ഞ് അവർക്ക് ഡിസൈഡ് ചെയ്യും. അപ്പോഴാണ് അവരെ ഭയങ്കര സന്തോഷത്തി ഓക്കെ എങ്കിൽ പിന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഈ കോസ്റ്റ്യൂമിൽ തന്നെ നിൽക്കാം. എന്നിട്ട് അവരൊക്കെ തീരുമാനിക്കുമ്പോഴാണ് കിംബമാണ് എങ്കിൽ പിന്നെ നമ്മുടെ ഫേസ് 3 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അന്നുടനെ കാണിക്കാന്ന് പറഞ്ഞ് ഇവരെല്ലാം തൊപ്പിയിടാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവരെല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ട് അയ്യോ ഞങ്ങൾ കഷ്ടപ്പെട്ട മേക്കപ്പ് ഒക്കെ ഇട്ട് ഇതൊന്നും പറ്റത്തില്ല എന്ന് അവർ 3 പേരും പറയുമ്പം കിംബമും ആദ്യം തന്നെ സാഗിയുടെ ഫേസ് കാണുവാണ്, പിന്നെ ഫുള്ളും നെഗറ്റീവ് കമന്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇവരെ മര്യാദയ്ക്ക് തൊപ്പിയിടാൻ വേണ്ടി പറയും. അതിനുശേഷം അവരെല്ലാം സമ്മതിച്ചിട്ട് അവരപ്പം തന്നെ ലൈവായിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യും. അതേസമയം ഇവിടെ അങ്ങനെ ലീഡറായിട്ട് കാണിക്കാൻ പോകുന്നുണ്ട് ഇപ്പൊ ന്യൂസ് മൊത്തത്തിൽ ഇവന്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കും പറഞ്ഞ് മിസ്റ്റർ ജോയ് എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അത്രമാത്രം ഫേമസ് ആകണം എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇവിടെ തീരുമാനിച്ച് കറക്റ്റ് ആ വീഡിയോ റിലീസ് ചെയ്യുമ്പോഴാണ് ഇവിടെ സാഗിയും കിംബും എല്ലാവരും കൂടെ അവരുടെ വീഡിയോ എടുത്തതിന് ശേഷം നേരെ ഇപ്പൊ പുതിയ ക്രൗൺ ബാൻഡിലെ ലീഡർ ആരാന്ന് കാണാൻ വേണ്ടി വരും. അപ്പോഴാണ് ഇവർ നോക്കുമ്പോൾ ഇപ്പൊ സാഗിക്ക് വരും തെയ്യങ്ങായിരിക്കും ആ പൊസിഷനിൽ നിൽക്കുന്നത്. അങ്ങനെ അത് കണ്ട് ഇവർ മൊത്തത്തിൽ അങ്ങ് ഷോക്കായി പോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. Remember